IPL-ലെ തുടർച്ചയായ 2 മോശം സീസണുകൾക്ക് ശേഷം LSGയുടെ ക്യാപ്റ്റനായ ഋഷഭ് പന്ത് സ്വയം രാജിവെച്ച് ഒഴിഞ്ഞിരിക്കുന്നു. അപ്പം പുള്ളി കൊടുത്ത രാജി അവരുടെ LSG ഡയറക്ടറായ ടോം മൂഡി സ്വീകരിച്ചു എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ന്യൂസ്. അപ്പം എനിക്ക് തോന്നുന്നത് ക്യാപ്റ്റനായിട്ട് പുള്ളിയുടെ ഋഷഭ് പന്തിൻ്റെ പ്രകടനം അത്രയ്ക്കും നല്ലതായിട്ടൊരു പ്രകടനമായിരുന്നില്ല. അപ്പം 2 സീസണിലാണ് ഋഷഭ് പന്ത് LSG നയിച്ചത്. അപ്പോൾ 2 സീസണിലും ടീമിന് പ്ലേ ഓഫ് കടക്കാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു താരതമ്യേന ബെറ്റർ കഴിഞ്ഞ സീസൺ ആയിരുന്നു തോന്നുന്നു. അപ്പം കഴിഞ്ഞ സീസണിൽ മൊത്തം 14 കളികളിൽ 6 ജയവും 8 തോൽവിയായിരുന്നു. ഈ സീസണിലേക്ക് വന്നപ്പോഴത്തേക്ക് അത് വെറും 4 ജയമായിട്ട് കുറഞ്ഞു, 10 തോൽവിയും. അപ്പോൾ തന്നെ അറിയാം നമുക്ക് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ പുള്ളിക്ക് അതിൻ്റെ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തേ പറ്റൂ. അപ്പോൾ പുള്ളി കറക്റ്റായിട്ട് അത് ചെയ്തു. ടീം തന്നെ, മാനേജ്മെന്റ് തന്നെ പുള്ളിയെ പുറത്താക്കുന്നതിന് മുന്നേ പുള്ളി തന്നെ രാജി സമർപ്പിച്ച് പുറത്തു പോയിരിക്കുന്നു. അപ്പം ഈ ഒരു കാലയളവിലും ഋഷഭ് പന്തിൻ്റെ ബാറ്റിംഗ് എന്ന് പറയുന്നതും എന്താ പറയുന്നത്, ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു 1-2 ഇന്നിങ്സ് ഒഴികെ ഒരു സെഞ്ചുറിയോ അങ്ങനെ എന്തോ നേടിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് സീസണിൻ്റെ ലാസ്റ്റ് മാച്ചിൽ. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു അത്രയ്ക്കും നല്ലൊരു ഇമ്പാക്റ്റ് വന്നൊരു ഇന്നിങ്സ് വേറൊന്നും വന്നിട്ടില്ല. ഈ ഒരു സീസണിൽ ഒരു 50 റണ്ണൊക്കെ അടിച്ച് നോട്ട് ഔട്ട് ആയിട്ട് ടീമിനെ ജയിപ്പിച്ചെങ്കിലും മികച്ചൊരു ഇമ്പാക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഇന്നിങ്സ് പുള്ളിയുടെ ബാറ്റിൽ നിന്ന് വന്നിട്ടില്ല. അപ്പം ബാറ്റ്സ്മാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം 28 കളിയിൽ നിന്ന് 581 റൺസാണ് പുള്ളി സ്കോർ ചെയ്തിരിക്കുന്നത്. അതിൽ 269 റൺസും 2025 സീസണിൽ നിന്നാണ്. ഇപ്പം ഈ ഒരു സീസണിലേക്ക് വരുമ്പോഴത്തേന് 13 കളിയിൽ നിന്ന് 312 റൺസ് പുള്ളി സ്കോർ ചെയ്തിരിക്കുന്നു. അപ്പം നമുക്കറിയാം ഋഷഭ് പന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു ബാറ്റിങ്ങിന് പേര് കേട്ടതാണ്. ഈവൻ T20 ആണെങ്കിലും ടെസ്റ്റ് ആണെങ്കിലും അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ. പക്ഷേ IPL-ൽ പുള്ളി ക്യാപ്റ്റനായിട്ടുള്ള സീസൺ നോക്കിക്കഴിഞ്ഞാൽ വളരെ വളരെ ലോവസ്റ്റ് ആയിട്ടുള്ള സ്ട്രൈക്ക് റേറ്റ് ആണ് പുള്ളി ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് 138 ഓഡ് ആണ് പുള്ളിയുടെ ഒരു സ്ട്രൈക്ക് റേറ്റ് വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ ബാറ്റിങ്ങിലാണെങ്കിലും ക്യാപ്റ്റൻസിയിലാണെങ്കിലും പുള്ളിക്ക് അത്രയ്ക്കങ്ങ് ശോഭിക്കാൻ പറ്റാണ്ടിരുന്ന കുറച്ച് സീസൺസാണ് കഴിഞ്ഞു പോയത്. അത് ഈ 2 സീസൺ LSGയോടൊപ്പം. അപ്പം കളിയെല്ലാം തോക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. LSGയുടെ ഓണർ സഞ്ജീവ് ഗോയങ്ക ആണെങ്കിലും നമുക്കറിയാം കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ മുമ്പത്തെ വർഷം നമുക്ക് KL രാഹുലുമായിട്ട് ഒരു കോൺവെർസേഷൻ നടത്തുന്നതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം അങ്ങനെ ഒരു എന്താ പറയുന്നത്, അങ്ങനെ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു റിയാക്ഷൻ പേര് കേട്ട ഒരു ഓണറിന് കീഴിൽ കളിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു ബെറ്റർ ഡിസിഷനാണ്. ഇങ്ങനെയെങ്കിലും പുള്ളിയുടെ ബാറ്റിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അറ്റ്ലീസ്റ്റ് വരുന്ന സീസണിൽ ഡൊമസ്റ്റിക്കിലൊക്കെ പെർഫോമൻസ് വെച്ചിട്ട് പുള്ളിക്ക് നന്നായിട്ട് കളിക്കാൻ കഴിയട്ടെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് വീണ്ടും ഇന്ത്യൻ T20 സെറ്റപ്പിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ചാൻസും ഉണ്ടാവും. അപ്പം ഈ LSGയുടെ ക്യാപ്റ്റൻ ഇനി ആരാകും എന്നുള്ളതാണ് നമുക്കറിയാനുള്ള ഒരു ചോദ്യം. അപ്പം എന്തായാലും ഓപ്ഷൻസ് ഒക്കെ വരുന്ന സ്ഥിതിക്ക് LSG മിക്കവാറും പന്തിനെ റിലീസ് ചെയ്യും. പന്തിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു തുകയായിരിക്കും പേഴ്സിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ അങ്ങനെ തന്നെ ട്രൈ ചെയ്ത് വേറൊരു നല്ലൊരു ഐക്കൺ പ്ലെയറിനെ ടീമിലേക്ക് കൊണ്ടുവരാനായിരിക്കും മാക്സിമം അവർ ശ്രമിക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.